ഹായ്, ഇപ്പോൾ ഞങ്ങൾ അഹമ്മദാബാദിലാണ്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 7 മണി ആയതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഇവിടെ പോർബന്തറിലാണ്. ഇവിടെ ഏകദേശം ഒരു 16 കിലോമീറ്ററാണ് പോർബന്തറിനുള്ളത്. അപ്പോൾ പോർബന്തർ എനിക്കൊന്നും ആശ്രമം ഓപ്പൺ ആകില്ല അല്ലേ? ആശ്രമം 8:00 ഓപ്പൺ ആവുന്നത്. അതെ, അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പം കയറാൻ പറ്റുമെങ്കിൽ കയറി. നമ്മളിപ്പം സബർമതി ആശ്രമത്തിന് മുമ്പിലാണ്, ഗാന്ധിജിയുടെ ആശ്രമം. ഇതിപ്പം ക്ലോസ്ഡ് ആണ്, കോവിഡ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ വിസിറ്റേഴ്സിന് എൻട്രി അലോ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് പുറത്തുനിന്നുള്ളൊരു വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഒരു പഴയ ചർക്കയാണ് പുറത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം സബർമതി ആശ്രം ഗാന്ധി സ്മാരക് സംഗ്രഹാലയ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് പോർബന്തർ ആശ്രമത്തിൻ്റെ ഫ്രണ്ട് വശം. ഫ്രണ്ടിലുള്ള റോഡും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. നമ്മൾ നേരെ വണ്ടി ഫ്രണ്ടിൽ കൊണ്ടിട്ടാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ നമ്മളിപ്പം പോർബന്തറിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ടൗണാണ്, അല്ലെങ്കിൽ സിറ്റിയാണ് പോർബന്തർ. നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സൈഡിൽ സബർമതി നദി ഒഴുകുന്നു, അതിന് കുറുകെ ബ്രിഡ്ജുകളുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ വാക്ക് വേ, പിന്നെ റോഡ് നോക്കിയാലും കാണാം. നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ഒത്തിരി പേര് ഇവിടെ ജോഗിങ്ങിന് വരുന്നുണ്ട്. ഞങ്ങളിപ്പം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഏർലി മോർണിംഗ് അല്ല, 7:30 ആയുള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ റിവറിൻ്റെ തീരത്തായിട്ടും ഇവരൊരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. സൈക്കിൾ ചവിട്ടാനും അതുപോലെ തന്നെ ചെറിയ വാക്ക് വേ ഒക്കെ ആയിട്ട് നല്ലൊരു പാലം പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നീറ്റായിട്ടാണ്, വൃത്തിയായിട്ടാണ് ഇവർ റിവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സൺറൈസും എല്ലാം നല്ല നല്ല ഭംഗിയാണ്. ഗൈസ്, നമ്മൾ പോർബന്തറിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പോകുന്നത് കച്ചിലേക്കാണ്. അതെ അതെ, ഞങ്ങളവിടെ ഒരു ടെന്റ് സ്റ്റേ കണ്ടുവച്ചിട്ടുണ്ട്. ഉള്ളിൽ വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ചപ്പം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഈ ടെന്റ് സ്റ്റേ ഒക്കെ, പ്രത്യേകിച്ച് റാൺ ഓഫ് കച്ചിൽ. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സൈറ്റുകൾ കയറി നോക്കി, പിന്നെ അപ്പം കാട്ട് പറഞ്ഞ ആളെ വിളിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റേ ബുക്ക് ചെയ്യണം. ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. അത് അവിടെ നിന്ന് ഈ വൈറ്റ് റാനിലേക്ക് ഏകദേശം 10-17 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളിപ്പോൾ കണ്ടുവച്ച സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ, നല്ല വൃത്തിയുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു. എന്നാലും അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് വൈറ്റ് റാനിൽ കാണാം. അതെ, റാൺ ഓഫ് കച്ചിലേക്കുള്ള യാത്രകളും റാൺ ഓഫ് കച്ചിലെ വിശേഷങ്ങളും ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ടോൾ ഗേറ്റിന് മുമ്പിലാണ്. അത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കച്ചിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഇപ്പം കാറുകൾക്കൊന്നും ടോളില്ല. ഇപ്പോൾ ഗവൺമെൻറ് എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹെവി വെഹിക്കിൾസിന് മാത്രമേ ടോളുള്ളൂ. നമുക്ക് അപ്പുറം കാണാൻ പറ്റും. ട്രക്കുകൾക്കും ബസ്സുകൾക്കൊക്കെ അവിടെ ടോളുണ്ട്. നമ്മളിപ്പോൾ ടോൾ എടുക്കാതെ നമ്മൾ നേരെ ഇപ്പോൾ മുമ്പോട്ട് പോവാണ്. ഇവിടെ അത്യാവശ്യം ഗുജറാത്ത് അഹമ്മദാബാദ് ഏരിയയിൽ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണെന്ന് തോന്നുന്നു ഹോണസ്റ്റ്. ഇപ്പോൾ കുറേ കണ്ടു ഞങ്ങൾ ഹോണസ്റ്റിൻ്റെ റെസ്റ്റോറൻറ്റ്സ്. അതെ, ഗുജറാത്തി കൂട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ ചെറിയ ഈ വട ടൈപ്പ് സാധനങ്ങളും പിന്നെ ഹാബിഡ എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു വെറൈറ്റി സാധനമാണ് ഇവിടെ ഗുജറാത്തിലെ. അത് പറഞ്ഞു. ഇതിപ്പോൾ മീട്ട ഒരു ഗ്രേവി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്തായിട്ട് നമുക്കൊരു ഉപ്പുപാടം കാണാം. അത്യാവശ്യം വലിയൊരു ഉപ്പുപാടം തന്നെയാണ്. കുറച്ച് നേരം ദൂരമായിട്ട് ഇപ്പം ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി നാഷണൽ ഹൈവേയിലേക്കാണ് പോകുന്നത്. അപ്പുറത്തെ ലൈൻ ഭയങ്കര ബ്ലോക്കാണ്. പക്ഷേ കുറേ വണ്ടികൾ ഇതിക്കൂടെ കയറി വരുന്നുണ്ട്. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഓപ്പോസിറ്റ് വണ്ടി വരാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓടിക്കേണ്ട ഒരു ഭാഗമാണിത്. അവിടെ ഇപ്പോൾ ഒരു 4-5 കിലോമീറ്റർ ആയിട്ട് ബ്ലോക്കാണ് അപ്പുറത്തെ റോട്ടിൽ. അവിടെ ഉള്ളത് ശരിക്കും മടുത്തിട്ട് കയറി തന്നെ ആയിരിക്കും. പക്ഷേ ഈ വഴിക്ക് പോകുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്പീഡ് വണ്ടി പോകുമ്പോൾ ഓപ്പോസിറ്റ് കയറി വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മളിപ്പം ഭുജിലേക്ക് പോകാനായിട്ട് SH എടുത്തു. അപ്പം നാഷണൽ ഹൈവേയിൽ നിന്ന് 30 മിനിറ്റ് ഫാസ്റ്ററാണ് ഈ റൂട്ടിൽ നിന്ന് ഗൂഗിൾ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വഴി ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പം അപ്പുറം ഇപ്പുറം നോക്കി കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കാണാനില്ല. കുറേ ഭൂമികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അധികം ബിൽഡിങ്ങുകളും ഒന്നും തന്നെ ഇല്ല.
കിലോമീറ്ററോളം നമുക്ക് റാൺ ഓഫ് കച്ചിലേക്കുണ്ട്. നമ്മൾ താമസിക്കുന്ന ബുക്ക് ചെയ്തിരിക്കുന്ന റൂമിലേക്കുണ്ട്. സമയം ഇപ്പോൾ 2 മണിയായി. ഞങ്ങളിപ്പം ഫുഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹട്ട് വില്ലേജാണ്. അവിടെ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അവർ ഗുജറാത്തി ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. മാത്രമല്ല ഞങ്ങൾക്ക് വിശക്കൊന്നുമില്ല. അപ്പം ലേറ്റായി കഴിക്കാമെന്ന് ചോദിച്ചാൽ കൂടുതൽ അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ വൈറ്റ് റാൻ്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങി. ഇനി മുമ്പോട്ട് 80 കിലോമീറ്ററും കൂടെ ഉണ്ട്. വഴി നീളെ പശുക്കൾ വരെ നമുക്ക് കാണാം. ഒരു സൈഡ് അത് കുറേ ഉണ്ട്. ഒരു സൈഡ് മുഴുവൻ പശുക്കളാണ്. സൈഡിലൊക്കെ ആയിട്ട് ഇനി ഇങ്ങോട്ടേക്ക് ചെറിയ ചെറിയ ഹട്ടുകളും ചെറിയ റിസോർട്ട് ടൈപ്പ് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. കാരണം ഈ വൈറ്റ് റൺ കാണാൻ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ഇപ്പോൾ ഇരുവശത്തും ഇപ്പുറ സൈഡിലും ഉണ്ട്. നമ്മളിപ്പം വൈറ്റ് റൺ ഓഫ് കച്ചിൻ്റെ അങ്ങോട്ടേക്ക് എത്താറായി. നമ്മൾ ചുറ്റും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ടെറേൻ്റെ വ്യത്യാസം. ഇപ്പോൾ സൈഡിലൊക്കെ എന്താ പറയുക, ചെറിയ വെള്ളത്തോട് കൂടിയ പ്രദേശമാണ്. രണ്ട് സൈഡും ചതുപ്പ് നിലമാണെന്ന് തോന്നുന്നു. അതെ, ചതുപ്പ് പോലെയാണ്. അപ്പം ചിലപ്പോൾ അതിൻ്റെ ചെറിയ ഉപ്പുരസം കാണുമായിരിക്കും. കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് മൊത്തം ഉപ്പിൻ്റെ കളികളാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റാണ് കച്ച്. ഏകദേശം 21 ലക്ഷത്തോളം പേരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ജനസാന്ദ്രത അത്രയ്ക്കില്ല നമ്മുടെ വലിപ്പം വെച്ച് നോക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കച്ച് എന്ന് പറയുന്നത് ഒരു നോ കൾട്ടിവേഷൻ സോണാണ്. അധികം വലിയ കൃഷിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇവർ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് റിങ്സിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അവരെ കൃഷി ചെയ്ത് തീർക്കുന്നത്. നമുക്കിപ്പം വരുന്ന വഴിക്കൊക്കെ നമ്മൾ അതിൻ്റെ വലിയ തോട്ടങ്ങളൊക്കെ കണ്ടിരുന്നു. ഇവിടെ മൊത്തത്തിലുള്ള ഈ ഉപ്പുരസം കൊണ്ടും അതുപോലെ തന്നെ ഈ ചൂട് കൊണ്ടും ആയിരിക്കണം അധികം വേറെ കൃഷികളൊന്നും ഇല്ലാതിരിക്കുന്നത്. നമ്മളിപ്പം ഹോട്ട്ക വില്ലേജിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഒരു മനുഷ്യവാസമുള്ള സ്ഥലം ഇപ്പോഴാണ് കാണുന്നത്. അതെ, ഒരു 60 കിലോമീറ്റർക്ക് ശേഷം. ഇവിടുന്ന് അടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകണം. അതെ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററും കൂടിയാണ് നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്കുള്ളത്. കൊട്ടൂർ ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പേരുള്ള ഒരു സ്ഥലമാണിത്. അപ്പം അകത്ത് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കണം. നമുക്ക് അകത്തേക്ക് കിടക്കാം. ഒരു നോക്കിയിരിക്കാനൊക്കെ ഉള്ള ചെറിയൊരു സൗകര്യം. അതെ, റിസപ്ഷൻ ഏരിയ തോന്നുന്നു. ഇതുപോലെ ചെറിയ ഹട്ടുകളായിട്ടാണ് ഈ ഹട്ടിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. വളരെ ശാന്തമായൊരു പ്രദേശമാണിത്. ഇവിടെ നമുക്ക് ചിലവായത് 4500 രൂപയാണ് ഒരു നൈറ്റിന്. അപ്പം ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പും എല്ലാ സൈറ്റിലൊക്കെ നോക്കിയപ്പം അവിടെ 8000 9000 രൂപയാണ് ഇവിടെ ഒരു ഹട്ടിൻ്റെ റേറ്റ് കണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞത്തേക്കും നമുക്ക് 4500 രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ നമുക്ക് ഒരു നൈറ്റ് സ്റ്റേക്ക് നമുക്കിവിടെ ആകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ വിളിച്ച് നമ്മൾ റൂം ബുക്ക് ചെയ്തു. അപ്പം ഒരു ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനെ കഴിക്കണം. നിങ്ങൾക്ക് പ്രദേശം മൊത്തത്തിൽ നിന്ന് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ പക്ഷികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാനായിട്ട് പറ്റുള്ളൂ, വേറെ ഒരു സൗണ്ടും ഇവിടെ ഇല്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. നമുക്കിവിടെ B6 നമ്പറിലുള്ള ഹട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അകമൊക്കെ ഒന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. ഹട്ട് മൊത്തം കാര്യങ്ങളും ഫാനെല്ലാം ഉണ്ട്. റൂഫ് ടോപ്പ് സംഭവമൊക്കെ നല്ല അലങ്കാര ഡിസൈൻ സംഭവങ്ങളും കളറുകളും ഒക്കെ ആയിട്ട്. നമുക്ക് വാഷ്റൂം ഒന്ന് കാണാം. തോന്നിയില്ല. നല്ല സ്പേസ് ഉണ്ട്, നല്ല സൗകര്യമുണ്ട്. ഇതൊന്നും കട്ടിലല്ല, ഇതെല്ലാം മഡാണ്. ഒരു മഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് മാത്രം അതിൻ്റെ മുകളിൽ ബെട്ടിട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാം ഫുൾ പോർഷൻ മഡ് കൊണ്ടാണ്. അതിൻ്റെ ഒരു തണുപ്പുണ്ട്. അതെ, ചെറിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും.
നമ്മൾ നേരെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ചെറിയ റെസ്റ്റോറൻറ്റ് ഏരിയ. വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ സംഭവങ്ങളെല്ലാം. ഇപ്പോൾ തറയൊക്കെ ആണെങ്കിലും എല്ലാം മണ്ണ് കുഴച്ചുള്ള പരിപാടികളാണ് തറയും എല്ലാം. നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. റൊട്ടി, അതെ ലൈവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ട് തന്നെ സന്തോഷം. സബ്ജിയാണ് റൊട്ടിയുടെ ഒപ്പം നേരെ കഴിക്കുന്നത്. അതുപോലെ തന്നെ സവാള അങ്ങനത്തെ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഗ്രേറ്റ് റാൻ ഓഫ് കച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഹട്ടിൽ നിന്നും വൈറ്റ് റാൻ ഓഫ് കച്ചിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്ററാണ് അവിടേക്ക്. അപ്പോൾ ടു ദി ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ഇപ്പം ഞങ്ങൾ പോകുന്ന റോഡിന് കുറുകെ ആയിട്ട് ഒരു പറ്റം പോത്തുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഈ സ്ഥലത്ത് ഒത്തിരിയായിട്ട് പോത്തുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വന്ന വഴിക്കും കുറേ ഇമാതിരി പോത്തുകളുണ്ടായിരുന്നു. വരുന്ന സൈഡിലും റോഡിലൊക്കെ ആയിട്ട് ഒത്തിരി പോത്തുകളുണ്ടായിരുന്നു. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നതാണ് റാൻ ടെന്റ് സിറ്റി എന്ന് പറയുന്നത്. അതെ, അതിമനോഹരമായിട്ടുണ്ട്. അതെ, അവിടെ BSFന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ടാണ് അറിയത്തുള്ളൂ എങ്ങനെയാണെന്ന്. ടെന്റ് സിറ്റി, വൈറ്റ് ഡെസേർട്ട്, ആദ്യം വൈറ്റ് ഡെസേർട്ടിൽ പോയിട്ട് ടെന്റ് സിറ്റിയിലേക്ക് പോകാം. രണ്ട് സൈഡും ഓരോ കൊടികളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട്. അതിമനോഹരം. നമ്മുടെ മുമ്പിലായിട്ട് കാണാൻ സാധിക്കും. അതും ഇതുമായിട്ട് ടൂറിസ്റ്റുകളാണ്. അവർ ഒട്ടകം വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടിയിൽ അവരിരുന്ന് ഇങ്ങനെ മൊത്തം കാണുന്നുണ്ട്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗുജറാത്തിൻ്റെ പല കാര്യങ്ങളാണ് ഈ സൈഡിലൊരു എന്താ പറയുക ടെൻറ്റ് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഓരോന്നിൻ്റെയും ചൂര് പോലത്തെ സംഭവത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും അതുപോലെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകണം. നമുക്കൊരു എൻട്രൻസിൽ അവരുടെ BSFൻ്റെ ചെക്കിങ്ങും ഉണ്ട്. അവർ ഇവിടുന്ന് നമുക്ക് പാസ് ഇഷ്യൂ ചെയ്യും. നമുക്ക് ഓൺലൈനായിട്ടും പാസ് എടുക്കാം. നമ്മളിപ്പോൾ ഇവിടുന്ന് ഓൺലൈനായിട്ട് പാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓഫ്ലൈനായിട്ട് കിട്ടും. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടും, പിന്നെ 2 വീലറാണെങ്കിൽ 25 രൂപ, 4 വീലറാണെങ്കിൽ 50 രൂപ. ഒരു ദിവസത്തെ റേറ്റാണ്. മൊത്തം നമുക്ക് 350 രൂപയാണ്. നമുക്കിതിൻ്റെ എൻട്രൻസിലായിട്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതായത് ഇവിടെ ഇപ്പം ഒരു സ്വീറ്റ് കൗണ്ടറാണ്, പിന്നെ ഇങ്ങോട്ട് ചാട്ടിൻ്റെ കൗണ്ടർ, അതിനുശേഷം പാവ് ബജി അങ്ങനത്തെ ഐറ്റംസുകൾ. അങ്ങനെ ഇതൊക്കെ ലൈവായി വരും. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ സമയം 5 മണി ആയതേ ഉള്ളൂ. ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ലൈവാകും. പിന്നെ ചെറിയ കളിക്കാനുള്ളൊരു സെറ്റപ്പ്. പിന്നെ അവിടെയാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ എൻട്രി പാസ് എടുത്തു. ഓൺലൈനാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് ഇപ്പോൾ ഇവിടെ കാണിച്ചു. അകത്തേക്ക് പോകാൻ പറഞ്ഞു. കച്ചിലേക്ക് കയറുവാണ്. ഒത്തിരി വണ്ടികളുണ്ട്. കറക്റ്റ് ടൈമാണ്. ഒത്തിരി വലിയ ചൂടൊന്നുമില്ല. സൺസെറ്റ് കാണാൻ പറ്റും. നമുക്ക് കച്ചിൽ വൈറ്റ് ഡെസേർട്ടിൽ കാണാം. ഈ കാണുന്നതാണ് റാൻ ഓഫ് കച്ച്. അതായത് ഇത് മൊത്തം നമുക്ക് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുവാണ്. ഇപ്പം ഇത് ഇത്രയും ഡ്രൈ അല്ല. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളവും കെട്ടിക്കിടപ്പുണ്ട്. അതായത് ഇത് മൊത്തം ഉപ്പാണ്. നിങ്ങൾ കാണുന്നത് ഉപ്പാണ്. നമ്മളിത് നടക്കുമ്പോൾ താന്നു പോകുന്നുണ്ട്. വെറ്റ് പ്ലേസ് ആയതുകൊണ്ടാണ്. അയ്യോ ഇപ്പം എൻ്റെ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ വിശാലമായ ഉപ്പുപാടെന്ന് വേണേൽ പറയാം.
അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കൊത്തിരി ദൂരത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല. നന്നായിട്ട് താഴുകയും ചെയ്യും, തെന്നുന്നുമുണ്ട്. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് വണ്ടി കിടക്കാൻ തോന്നുന്നല്ലേ. കുറേ ഒട്ടകങ്ങളുണ്ട് ഈ സവാരിക്കൊക്കെ ആയിട്ട്. ഒട്ടകങ്ങളും ഒട്ടക വണ്ടികളും ഒക്കെ ഇവിടെ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എൻട്രൻസിന് അങ്ങോട്ടേക്കും അതുപോലെ തന്നെ ചുറ്റിയൊക്കെ വരാനായിട്ട് പറ്റും. ഈ റാൻ എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ സാൾട്ട് മാർഷ് എന്നാണ്. അതെ, ഇത് മൊത്തം ഉപ്പാണ്. ഇപ്പം 2 സീസണിലായിട്ട് ഒരു സീസണിൽ ഇത് മൊത്തം ഡ്രൈ ആകും, അടുത്ത സീസണിൽ ഇത് മൊത്തം ഫ്ലഡായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ആയി നിൽക്കേണ്ടതാണ്. പക്ഷേ ഇത് മൊത്തത്തിൽ ഫ്ലഡാണ്. അതുപോലെ ഉപ്പ് വെള്ളം ചുറ്റുമുണ്ട്. നമുക്ക് ഇറങ്ങി ചെല്ലുന്നതിനൊരു പരിധിയുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് മൊത്തം ഒന്ന് വീക്ഷിക്കാൻ പറ്റും. കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണത്തെ ദൂരത്ത് മൊത്തം ഉപ്പുപാടം, അതാണ് ഇവിടുത്തെ കാഴ്ച. ഇപ്പോൾ ഈ സൈഡിലേക്ക് നോക്കിയാൽ കാണാം, ഇവർ ചെറുതായിട്ട് ഈ ഇഷ്ടികക്കൽ ഇട്ടിട്ടുണ്ട് ഇവിടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നിറങ്ങി ചെല്ലാനായിട്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും നടക്കാനായിട്ട് പറ്റിയില്ല. അതുപോലെ ഉപ്പുവെള്ളമാണ്, നമുക്ക് കാണാൻ പറ്റും. നവംബർ ടു ജാനുവരി മാസത്തിലാണ് ഇവിടെ എല്ലാ വർഷവും റാനോത്സവം നടക്കുന്നത്. അതായത് പലതരത്തിലുള്ള കച്ചവടക്കാരും പല എന്താ പറയുക സാംസ്കാരിക കലാരൂപങ്ങളും ആ സമയത്ത് ഇവിടെ ഇറങ്ങിയറും. രാത്രിയിലെല്ലാം ഈ പരിപാടി ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പം ഇവിടുത്തെ സൺസെറ്റ് ഇവിടെ കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ ഇപ്പം പതുക്കെ എല്ലാം തയ്യാറായി റെഡിയായി വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു രാത്രി കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക പ്രത്യേകത ഉള്ളതാണ്. ഭയങ്കര കളർഫുള്ളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പുറകെ കാണാൻ പറ്റും, അവിടെ സൺസെറ്റാണ്, സൂര്യൻ അസ്തമിക്കുന്നത് കാണാം. അത്രയും മനോഹരമാണ് ഈ പ്രദേശം. ഇവിടെ ഈ വാച്ച് ടവറിൻ്റെ താഴെയും സൈഡിലുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഗുജറാത്തി വസ്ത്രങ്ങൾ വിൽക്കുന്നവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള വാലറ്റൊക്കെ വിൽക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്കല്ല. അങ്ങനെ ഞങ്ങളും കച്ചിലെത്തി. അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മാസ്ക് മുഖ്യം വെക്കില്ലേ. നമ്മളിപ്പോൾ കുറച്ചങ്ങ് ദൂരം പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയി നല്ലൊരു ഫോട്ടോയ്ക്ക് ഫ്രെയിം ഉണ്ടെന്നാണ് കാട്ടു പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെയറുണ്ട്, അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ആ റൂട്ട് റിസ്ക് ആവണേ ഞങ്ങൾ വേറെ റൂട്ട് പിടിച്ചു. ഇതൊരു മുമ്പ് ഒരു ചേട്ടൻ നടന്നു പോയ പാട് നോക്കി ഞങ്ങളും നടന്നങ്ങ് മുമ്പോട്ട് പോവാണ്. അല്ലെങ്കിൽ കാല് നിലത്ത് കുഴിഞ്ഞു പോവും. അപ്പോൾ ആദ്യം ഒന്ന് ചവിട്ടി അവിടെ താഴില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. അതെ, അവിടെ കാട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ റാൺ ഓഫ് കച്ച് നമ്മുടെ ചുറ്റുമായിട്ട് കാണാൻ പറ്റും. എന്നാ റിവ്യൂ ആണെന്ന് നോക്കിയേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മളിപ്പം ഇവിടെ ഈ ഉപ്പുപാടത്തു നിന്ന് കയറി തിരിച്ച് അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, ആ സൈഡിലേക്ക് പോവാണ്. ഇപ്പം ഈ ഗുജറാത്തിൻ്റെ തനത് കുറേ എന്താ പറയുക സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതും കുറേ ഭക്ഷണ സാധനങ്ങളും അങ്ങനത്തെ കുറേ ഷോപ്പുകളാണ്. അതൊക്കെ ഈ റാൺ ഓഫ് കച്ചിൻ്റെ ഈ റാണോത്സവിൻ്റെ മെയിൻ എന്താ പറയുക അലങ്കാരങ്ങളാണ്. നമുക്കതൊക്കെ ഒന്ന് കാണാം. നമുക്കിങ്ങനത്തെ ഒത്തിരി അലങ്കാരങ്ങൾ കാണാൻ പറ്റും. ലൈറ്റിങ് വർക്കുകൾ വളരെ സൂപ്പറാണ്. ഭയങ്കരമായ രീതിയിൽ എന്താ നമുക്ക് നമ്മളെ ആകർഷകമാക്കുന്ന രീതിയിൽ ആണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. നേരെ അടിപൊളി, ഒന്നും പറയാനില്ല.
അപ്പോൾ ഞങ്ങളുടെ ഈ പുറകിൽ കാണുന്നതാണ് റാണോത്സവം എന്ന് എഴുതിയിരിക്കുന്ന ഇവിടുത്തെ എൻട്രിയിലെ ഒരു സംഭവം. നൈറ്റ് കാണുമ്പോൾ ഭയങ്കര രസമുണ്ടത്, ഭയങ്കര അതെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പല പല ചെറിയ ചെറിയ ഷോപ്പുകളാണ് നമുക്ക് ഈ റാണോത്സവത്തിൽ കാണാൻ സാധിക്കുക. ഇതിപ്പം ഗുജറാത്തിൻ്റെയും റാണോത്സവിൻ്റെയും റാൺ ഓഫ് കച്ചിൻ്റെയും പല പല കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പല കാര്യങ്ങളും ഇവിടെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഗാന്ധിജി വരെ മാസ്ക് വെച്ചാണ് ഈ പ്രതിമയിൽ നിൽക്കുന്നത്. ഈ ഒരു പ്ലോട്ടിൽ ഇവിടുത്തെ തന്നെ ഗുജറാത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള സോമനാഥ് മന്ദിറിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇവർ ഈ സംഭവം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത് ടൂറിസത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും പ്രത്യേകമായിട്ട് അവരോരോ പ്ലോട്ടിലും ഉൾപ്പെടുത്തി എല്ലാം വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണ രീതിയും നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആ ഓരോ ഘട്ടത്തിലെ കാര്യങ്ങളുമാണ് ഇവർ സ്പീക്കറിൽ വെച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പലതരത്തിലുള്ള ഗുജറാത്തി ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാ രീതിയിലും കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം ഇവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഫുഡ് സ്റ്റാളുകളാണ്. റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഫുഡ് സ്റ്റാളുകളാണ്. ഈ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം തുണികളും അതുപോലെ തന്നെ വാലറ്റും അങ്ങനത്തെ ഐറ്റംസും ഒക്കെയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആത്മനിർഭർ ഭാരതിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് കുറേ ഷോപ്പുകൾ. നമുക്കിൻ്റെ അകത്തുനിന്ന് നോക്കാം. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അപ്പുറത്ത് കണ്ട അതേപോലത്തെ തന്നെ സംഭവങ്ങളാണ്. കുറേ തുണികളും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നമ്മളിപ്പോൾ തിരിച്ച് റാൺ ഓഫ് കച്ചിൽ നിന്നും നമ്മൾ താമസിക്കുന്ന ആ മഡ്ഹട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം. സമയം ഇപ്പോൾ ഏകദേശം 8:30 കഴിഞ്ഞു. അപ്പം അവർ ഡിന്നർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പോയി കഴിച്ചിട്ട് വരാം. നമ്മുടെ ഇന്നത്തെ ഡിന്നറാണിത്. ബുഫയാണ്. ഇതിൽ തന്നെ ഉച്ചയ്ക്കത്തെ പിന്നെ അച്ചാറുകൾ പല ടൈപ്പുണ്ട്. അവിടെ ശർക്കരയുണ്ട്, നമുക്ക് നെയ്യുണ്ട്, പിന്നെ പപ്പടം, റൊട്ടി, പിന്നെ സബ്ജികൾ പല ടൈപ്പുണ്ട്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നമുക്ക് വേണ്ടി ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ഇവിടുത്തെ കച്ചിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം സമയം 10 മണിയോളം ആകുന്നു. അപ്പം നമ്മളിതിപ്പം എനിക്ക് 1 മണിക്കൂറോളം കാണുമായിരിക്കും അല്ലേ? അതിനുശേഷം നമുക്ക് കിടക്കാനായിട്ട് പോകണം. ഇപ്പം എങ്ങനെയൊന്ന് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ റാൺ ഓഫ് കച്ചിലെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് സ്റ്റോറീസ് ബൈ അഖിൽ ജോസ്.